ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. മാർക്കറ്റ് ഇന്നലത്തെ പോലെ വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മൾ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഹൈലി വൊളറ്റൈലായിരുന്നു. S&P 500 വിക്സ് 15.34 ഇന്നലെയും ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്ന് അത് 15.42 തന്നെയായിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ 48.44 പോയിന്റ് ബെറ്റർ ആയിട്ടും അതുപോലെ തന്നെ S&P 500 6.2 ബെറ്ററായിട്ടും, പക്ഷേ നാസ്ഡാക്ക് 49.91 പോയിന്റ് വീക്കായിട്ടും, റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 10.39 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിൽ ഇന്നലെ കണ്ടിട്ടുള്ളത് എനർജി സ്റ്റോക്കുകളിലാണ് മുന്നേറ്റം. അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഡിപ്പ് ബൈയിങ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ താഴ്ചയിലും ബയേഴ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അമേരിക്കയിൽ ഇന്നലെ ജനുവരി 30-31 കഴിഞ്ഞിരുന്ന US ഫെഡിൻ്റെ മിനിറ്റ്സ് പുറത്തിറക്കിയിരുന്നു. മിക്കവാറും എല്ലാ മെമ്പേഴ്സും പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് റേറ്റ് കട്ടിൻ്റെ ആവശ്യമില്ല, ഇൻഫ്ലേഷൻ ഡിസിസീവായിട്ട് താഴെ വരട്ടെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു ഫാക്റ്റും കൂടി അമേരിക്കൻ മാർക്കറ്റുകൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിലും ടെക്നോളജി ഷെയറുകളുടെ പെർഫോമൻസ് ആണ് അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എൻവിഡിയയുടെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. അമേരിക്കൻ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് പുറത്തു വന്നിട്ടുള്ളത്. Q4 റിസൾട്ടും അതുപോലെ തന്നെ ഗൈഡൻസും മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണ്. നോർമൽ ട്രേഡിംഗ് അവേഴ്സിൽ 2% താഴെ ആയിരുന്നു എൻവിഡിയ ട്രേഡ് ചെയ്തിരുന്നത്. പക്ഷേ ആഫ്റ്റർ അവേഴ്സിൽ 6-7% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഡൗ ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ ടെക്നോളജി ഷെയർസിന് വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ടുള്ളൊരു റിസൾട്ടാണ് Q4 റിസൾട്ട് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജാപ്പനീസ് മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗ് ലെവലിൽ തന്നെ ഓൾ ടൈം റെക്കോർഡ് ഹൈ ക്ലോസിങ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 38,920 പോയിന്റ് ഓപ്പണിംഗ് ലെവലിൽ തന്നെ ഹിറ്റ് ചെയ്തിരുന്നു. ഇതിന് മുമ്പത്തെ റെക്കോർഡ് ക്ലോസിംഗ് ഹൈ വന്നിട്ടുള്ളത് 1989 ഡിസംബർ 29 38,915.87 ആണ്. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ് ഇപ്പോഴും പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.4 പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അണ്ടർ പ്രൈസ്ഡാണ്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലും ചെറുതായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒപ്പം ചൈനയിൽ വലിയ രീതിയിലുള്ള മെഷേഴ്സാണ് ഷോർട്ട് സെല്ലിങ്ങിനെ വീണ്ടും കർബ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ് സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള പല മെഷേഴ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എക്കണോമിക് ന്യൂസുകൾ തന്നെയാണ് ചൈനീസ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഇന്നലത്തെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളാണ് ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ നിഫ്റ്റി ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 22,249.4 റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ഇതിനൊരു പരിധിവരെ ഫാർമേഴ്സ് ഇഷ്യൂ അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ ഫാക്ടേഴ്സൊക്കെയാണ് കാരണം. അതോടൊപ്പം തന്നെ പ്രീമിയം വാല്യുവേഷൻ, നമ്മുടെ മാർക്കറ്റ് പ്രീമിയം വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡ് ഇന്നലെ കണ്ടിരുന്നു. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നതാണ് ഹയർ ലെവലിൽ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അപ്വേർഡ് മൊമെൻറ്റത്തിൽ പ്രോഫിറ്റ് എടുക്കുന്ന രീതിയായിരിക്കും നല്ലത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വീണ്ടും വന്നേക്കാം. പക്ഷേ സ്ട്രോങ് മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്ട്രോങ് സ്മോൾ ക്യാപ്പിൽ ഡിപ്പ് ബൈയിങ് വന്നേക്കാം. ഒപ്പം ലാർജ് ക്യാപ്പ് ഓഹരികളിലും ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. $2,034 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു ഏപ്രിൽ ഫ്യൂച്ചേഴ്സിൽ. ഇന്നലെ $83.12 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്.
ഇനി ഓവറോൾ നമ്മൾ ഇന്ത്യൻ ന്യൂസ് ഫ്ലോസൊക്കെ ഒന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മുടെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നിന്നാണ്. നമ്മൾ സാം ആൾട്ട്മാൻ ഓപ്പൺ എഐയുടെ MD ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്കാരെ ഒന്ന് കളിയാക്കിയ രീതിയിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു മറുപടി നമ്മുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ AGMലും കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് നമ്മൾ ഇന്ത്യയുടെ സ്വന്തമായിട്ട് ഭാരത് GPT, ചാറ്റ് GPTക്ക് സമാനമായിട്ടുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുറത്തിറക്കാൻ പോവുകയാണ്. മാർച്ചിലാണ് ലോഞ്ച് വരുന്നത്. 8 IITകളും ധാരാളം സ്റ്റാർട്ടപ്പുകളും റിലയൻസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് ഈ AI പുറത്തിറക്കുന്നത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്, പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനൊക്കെ. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിലും ജിയോ മൊബൈൽ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ സർവീസസും ഒരുപക്ഷെ ഏപ്രിൽ മുതൽ കുറേയൊക്കെ ജനറേറ്റീവ് AI റിലേറ്റഡ് ടൂളുകളിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജനറേറ്റീവ് AI ടൂളുകളായിരിക്കാം കൂടുതൽ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 300 രൂപ പെർ ഷെയർ ലെവൽ കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് 3000 രൂപ പെർ ഷെയർ കട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ന്യൂസിൻ്റെ പിൻബലത്തിൽ. ഒപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് റിലയൻസിനും അതുപോലെ തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇൻഡെക്സിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ലീഡറായിട്ട് ഒരു പക്ഷേ റിലയൻസ് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ മുന്നേറിയേക്കാം. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ യൂണിയൻ ബാങ്കിൻ്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് ഉണ്ട്. ബ്ലാക്ക് റോക്ക് അടക്കമുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിന് പിറകിലുള്ളത്. തീർച്ചയായിട്ടും ഇന്നാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കാൻ പോകുന്ന പോസിറ്റീവ് ന്യൂസാണ്. പൊതുവേ ഇത് PSU ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കോൾ ഇന്ത്യയുടെയും അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ വർഷവും 113% അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കാണിക്കാൻ ചാൻസസ് ഉള്ള 2 കമ്പനികളാണ് കോൾ ഇന്ത്യയും നെയ്വേലി ലിഗ്നൈറ്റും. നെയ്വേലി ലിഗ്നൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അണ്ടർപ്രൈസ്ഡാണ് കമ്പാരിറ്റീവ്ലി മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മൈനിങ്ങിലും അതുപോലെ തന്നെ പവർ ജനറേഷനിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കമ്പനി നടത്തിയിട്ടുള്ളത്. 255 റേഞ്ചിലൊക്കെയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. NLC ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ കോഡ്. അപ്പോൾ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ നല്ല രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. L&T മൈൻഡ്രി MOU സൈൻ ചെയ്തിട്ടുണ്ട്. യൂറോ ലൈഫ് FFH ആയിട്ടാണ്. യൂറോപ്യൻ ഇൻഷുറൻസ് മേജറാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ പോളണ്ട്, ഗ്രീസ്, യൂറോപ്പ് ഈ സ്ഥലങ്ങളിലൊക്കെ ഇൻഷുറൻസ് റിലേറ്റഡ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഡിപ്ലോയ് ചെയ്യാനും മറ്റ് ഡാറ്റാ സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഡീലാണ് L&T മൈൻഡ്രിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. L&T ഇൻഫോടെക്കും മൈൻഡ്രിയും തമ്മിലുള്ള മെർജറിന് ശേഷമുള്ള സ്ട്രെങ്ത്താണ് ഇത്തരത്തിലുള്ള ഓർഡർ ബാഗ് ചെയ്യാനായിട്ട് കമ്പനീനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ജൂബിലൻ്റ് ഫുഡ് പോപ്പൈസ് ചിക്കൻ റെസ്റ്റോറൻറ്റുകൾ ഓൾ ഓവർ ഇന്ത്യ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. 1000 കോടി രൂപയാണ് അവർ അടുത്ത 3-4 വർഷത്തിൽ നിന്ന് ഈ സെഗ്മെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് പോളണ്ടിൽ നിന്ന് 144 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ റിലേറ്റഡ് വർക്കുകൾക്കാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഓവർസീസ് ഓർഡേഴ്സും ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്കിന് ധാരാളം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. 5G റിലേറ്റഡ് ധാരാളം പ്രോഡക്റ്റുകളും ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. അതുപോലെ തന്നെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് STL ലിമിറ്റഡിനും അമേരിക്കയിലെ ഒപ്റ്റിക്കൽ ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. വളരെ കാലമായിട്ട് അമേരിക്കയിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. വേദാന്ത ഗ്രൂപ്പ് കമ്പനിയും കൂടിയാണ്. NBCCക്ക് അമ്രപാലിയുടെ ട്രക്ക് പ്രൊജക്റ്റുകളുണ്ട് NCR റീജിയനിൽ. 10,000 കോടി വർത്ത് വരും ഇതിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ. 5 പ്രൊജക്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട്, നോഡും കിട്ടിയിട്ടുണ്ട്. NBCCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പട്ടേൽ എഞ്ചിനീയറിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ 525 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്യാണ്. പട്ടേൽ എഞ്ചിനീയറിങ്ങിന് കുറച്ച് കാലമായിട്ട് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ചെറുതായിട്ടുള്ള ഒരു അപ്വേർഡ് പുഷ് കൊടുക്കാൻ പറ്റിയൊരു ന്യൂസാണ് ഈ ഓർഡർ ബാക്കിംഗ് ന്യൂസ്. സെൻ ടെക്നോളജി നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. ഡ്രോൺ മാനുഫാക്ചറിംഗ് ഒക്കെ ഉള്ള കമ്പനിയാണ്. ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 93 കോടി രൂപയുടെ ഓർഡറാണ്. ഡ്രോണുകൾക്ക് വേണ്ടിയുള്ള ഓർഡറാണ്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം ഡിഫൻസ് എയറോസ്പേസ് റിലേറ്റഡ് സ്റ്റോക്കുകളിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ഡിപ്പ് ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഗവൺമെൻറ് പോളിസികളെല്ലാം തന്നെ ധാരാളം ലിബറലൈസ് ചെയ്തിരിക്കുകയാണ്. ഈ സെഗ്മെൻറ്റ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ
മാർക്കറ്റിൽ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ടു വോളട്ടൈൽ ഓപ്പണിംഗ് തന്നെയാണ്. ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നേക്കാം. ഒപ്പം ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനനുസരിച്ചാണ് നമ്മുടെ മാർക്കറ്റും ഇന്നും മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ. ഫാർമേഴ്സ് ഇഷ്യൂ സംബന്ധിച്ചിട്ടുള്ള ടോക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. നമ്മൾ ഇന്നലെ നമ്മുടെ പ്രീമിയം പിക്കായിട്ട് ഡാറ്റ പാറ്റേൺസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്നത്, ക്ലയൻസിന് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ പാറ്റേൺസ് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. 2500 2600 ലെവലിലേക്ക് നെക്സ്റ്റ് 6 months to 1 yearനുള്ളിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. ഡിഫൻസ് എയറോസ്പേസ് റിലേറ്റഡ് രംഗത്ത് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും ഈ കമ്പനിയിൽ വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻ്റാണ് നമ്മൾ ഈ സ്റ്റോക്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.